വിശ്വമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമ്മൾ പെസഹ ആഘോഷിക്കുകയാണ്. യഥാർത്ഥത്തിൽ പെസഹ എന്നാൽ കടന്നുപോകൽ എന്നാണല്ലോ. അപ്പോൾ ഈ കടന്നുപോകൽ എന്നതിനേക്കാൾ ഉപരി ഒരു സ്നേഹത്തിൻ്റെ പങ്കുവെക്കലിൻ്റെ ഒരു ദിനമാണ് പെസഹ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം പെസഹ അത് പഴയ നിയമകാലത്തിൽ അവർ ഈ ഇസ്രായേൽ ജനത്തെ ദൈവം ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു അന്നേ ദിവസത്തിൻ്റെ ഓർമ്മയായിട്ട് ഇസ്രായേൽ ജനം കൊണ്ടാടിയിരുന്ന ഒരു പ്രത്യേക ദിനമായിരുന്നു പെസഹ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോ തൻ്റെ പുതിയ ഉടമ്പടി അവിടെ സ്ഥാപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, പെസഹ എന്നാൽ അത് സ്നേഹത്തിൻ്റെ കൂദാശ സ്ഥാപനത്തിൻ്റെ ദിനമാണ്. മിശിഹ തമ്പുരാൻ തൻ്റെ ശരീരവും രക്തവും നമുക്ക് ഭക്ഷണമായി, അല്ലെങ്കിൽ നമ്മുടെ പാവങ്ങളുടെ മോചനത്തിനായി എന്നേക്കുമായുള്ള ഒരു നൈവേദ്യമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടുന്ന, അല്ലെങ്കിൽ വെച്ച് നീട്ടിയതിൻ്റെ ഒരു ഓർമ്മയാണ് പെസഹ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഭവനത്തിൽ പെസഹ ആഘോഷിക്കുമ്പോൾ ഈ ഒരു മനോഭാവത്തോടെ ആയിരിക്കട്ടെ. പെസഹ അതൊരിക്കലും ഒരു ആചരണമല്ല, അതൊരു ഓർമ്മ പുതുക്കലാണ്. ദൈവം തന്നെ ആയവൻ നമ്മോട് കാണിച്ച കരുതലിൻ്റെ, സ്നേഹത്തിൻ്റെ, ബലി അർപ്പണത്തിൻ്റെ ഓർമ്മയാണ്. നമുക്ക് ഓർക്കാം, പ്രാർത്ഥിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും പെസഹ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും ഞാൻ നേരുന്നു.